ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു പലാസോയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. സാധാരണ പലാസോ അല്ല, കുറച്ചുകൂടി നമ്മുടെ ഒരു അംബ്രല്ല പലാസോ എന്നൊക്കെ പറയില്ല, ആ ഒരു പലാസോൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മളിതാ ക്ലോത്ത് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ക്ലോത്ത് രണ്ടായി ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് ഇതേപോലെ കോണായിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കോണായിട്ടാണ് ഫോൾഡ് ചെയ്യേണ്ടത്. നമ്മൾ സ്കേർട്ടിനൊക്കെ ഇതേപോലെയാണ് നമ്മൾ ഫോൾഡ് ചെയ്യുക. കുറച്ചും കൂടി നമുക്ക് നല്ലൊരു ലൂസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് നല്ലൊരു വീതി കിട്ടും അവിടെ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടത് ഇവിടെ 8 ഇഞ്ചാണ് വേണ്ടത്. അരവണ്ണം 8 ഇഞ്ചും എക്സ്ട്രാ 2 ഇഞ്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അരവണ്ണത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കോണ് വരുന്ന സ്ഥലത്ത് നമുക്ക് വീതി കുറവായിരിക്കും. അപ്പോൾ താഴത്തേക്ക് എത്രയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് അവിടെ മാർക്കിങ് കൊടുക്കാൻ. ഇപ്പോൾ ഞാനൊരു 12 ഇഞ്ചിലാണ് എനിക്ക് വരുന്ന അരവണ്ണം ഒരു 10 ക്ലിയർ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു 12 വെച്ചിട്ട് ജസ്റ്റ് ഈ ടാപ്പ് ഇതേപോലെ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യാറ്. അപ്പോൾ 10 ഇഞ്ചാണ് വേണ്ടിയൊരു 12 ഇഞ്ച് 2 ഇഞ്ച് എക്സ്ട്രായും കൊടുത്താൽ 12 ഇഞ്ച് വേണ്ടിയവരുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആ റൗണ്ട് ഷേപ്പിൽ നിന്ന് നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് ആ ലെങ്ത്തും കൂടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ എനിക്ക് 34 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 35 ഇഞ്ച് ഇതേപോലെ നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു റൗണ്ട് ഷേപ്പിൽ നിന്ന് ഇതേപോലെ ടാപ്പ് വെച്ചിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യാറ്. എത്രയാണോ ലെങ്ത്ത് വേണ്ടത് നമ്മൾ പിന്നെ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ള 2 ഇഞ്ചും എക്സ്ട്രാ 1 ഇഞ്ചും കൊടുത്തിട്ടുള്ള ബാൻഡ് നമ്മൾ വേറെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അത് കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്രോച്ച് ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചിലാണ് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. 12 ഇഞ്ചിനോട് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു കർവ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയുള്ള നമ്മുടെ ഈ പലാസോക്ക്, നമ്മുടെ അംബ്രല്ല പലാസോ, അത് പെട്ടെന്ന് കിട്ടിയില്ല, അംബ്രല്ല പലാസോക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കാനുള്ള കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത്, കോണായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പോർഷന് നമുക്കൊരു പീസ് വെക്കേണ്ട ഒരു ചാൻസ് വരും കേട്ടോ. അപ്പോൾ ആ പീസും കൂടി കട്ട് ചെയ്യുന്നൊന്ന് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ അതായത് ഈ ഒരു ഭാഗം നമുക്ക് പീസ് ഇല്ലാതാണ് വരുന്നത്. അപ്പോൾ താഴത്തേക്കുള്ള കറക്റ്റ് ആയിട്ട് വരുന്ന ആ ഭാഗമല്ലേ, അതിൻ്റെ അതേ ഷേപ്പിൽ നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് അതേ അളവല്ലാതെ 1 ഇഞ്ച് അര ഇഞ്ചോളം നമ്മൾ എക്സ്ട്രാ എടുക്കണം കേട്ടോ. തയ്യൽ തുമ്പ് എത്രത്തോളം വരുമോ അതിനനുസരിച്ച് നമുക്ക് തയ്യൽ തുമ്പിനനുസരിച്ച് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രായിൽ ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ അംബ്രല്ല പലാസോക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇത് ഞാനൊരു ഷറാറ പലാസോക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നെറ്റും കൂടി അറ്റാച്ച് ചെയ്തിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലുള്ള ലൈനിങ് തുണിയാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. പിന്നെ നെറ്റ് അതിൻ്റെ കൂടെ വന്നിട്ട് ഇതേപോലെ കുറച്ച് വർക്കുള്ളൊരു ഷറാറ ടോപ്പൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യാൻ വിചാരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതും കൂടി ഉൾപ്പെടുത്താം കേട്ടോ. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്റ്റിച്ചിങ്ങിൻ്റെയും അതേപോലെ തന്നെ നെറ്റൊക്കെ എങ്ങനെ വെക്കുന്നതിനും കൂടിയുള്ള വീഡിയോ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ഇതേപോലത്തെ ചെറിയ പാൻറ്റ്, ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. കാണാത്തവരൊന്നും പോയി കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാ വീണ്ടും ഞാൻ പറയുന്നില്ല, ഇതേ രീതിയിലാണ് വളരെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് പാൻറ്റൊക്കെ കുറച്ചും കൂടി നമുക്ക് ടോപ്പിനേക്കാളൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ പാൻറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പാൻറ്റ് സ്ട്രൈറ്റ് പാൻറ്റ് ആയിക്കോട്ടെ, സാധാരണ പാൻറ്റ് ആയിക്കോട്ടെ, ഇതേപോലെ തന്നെ പലാസൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. പലാസോൻ്റെ വീഡിയോ ഒക്കെ ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. സിമ്പിൾ പലാസല്ലേ, നോർമൽ പലാസോ, ആ പലാസോൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ പോയി കാണാം, അല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.